വെൽക്കം ടു കുക്കാസ് മാജിക്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ഒരു ബോണ്ട. ബോണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോണ്ടയല്ല, ഇത് കർണാടകയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോണ്ടയാണ്, മൈസൂർ ബോണ്ട. കുറച്ചുപേരൊക്കെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലാത്തവർ വീട്ടിലുണ്ടാക്കിക്കോളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കണ്ടു നോക്കിയാലും ആദ്യം നമുക്ക് മൈസൂർ ബോണ്ടയ്ക്ക് വേണ്ട ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗളിലേക്ക് മൈദ ചേർക്കാം. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിൽ 2 കപ്പ് എടുത്തു. ഇതിലേക്ക് ഇനിയും ചേർക്കുന്നത് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഈ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, 1/2 ടീസ്പൂൺ തന്നെ ചേർക്കണം. ഈ ഒരു മൈസൂർ ബോണ്ടയ്ക്ക് ഒരു സ്പോഞ്ചി ടെക്സ്ചറൊക്കെ കിട്ടണമെങ്കിൽ ഇത്രയും ബേക്കിംഗ് സോഡ ചേർത്തേ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. 1 തൊട്ട് 1.25 കപ്പ് തൈര് വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ആ മാവും തൈരും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ തൈര് എടുക്കുമ്പോഴും അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാൻ. ഒട്ടും പുളിയില്ലെങ്കിലും ടേസ്റ്റ് അത്ര ശരിയാവില്ല. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈര് എടുക്കുക. ഇതിപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. ഞാനൊരു 1/2 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൊത്തത്തിൽ ഒഴിക്കല്ലോ കേട്ടോ, കുറച്ചായിട്ട് ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കണ്ട, അത് നമുക്ക് മാറ്റം വരും. നമ്മുടെ തൈരിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ച് ഇതുപോലെ നല്ലൊരു ഫ്ലഫി ഡോ ആക്കി മാറ്റണം. നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ഒരു 3 മിനിറ്റ്സ് എങ്കിലും ഇതുപോലെ അടിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മാവ് ഒത്തിരി അങ്ങ് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. നമ്മുടെ മാവ് വീഴുന്നതുണ്ടോ, ഒരു റിബൺ പോലെ ഇങ്ങനെ വീഴുന്നൊരു കൺസിസ്റ്റൻസി നമുക്ക് എടുത്ത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം എണ്ണയിൽ. അതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പം മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കുന്നുണ്ട്. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കണം. ഞാനൊരു തട്ടിക്കൂട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ സവാള ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഒരു 5 വറ്റൽമുളക്, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് എരിവൂടെ വേണമെന്ന് തോന്നി ഒരു 3 വറ്റൽമുളക് കൂടെ ചേർത്തു. ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, നന്നായിട്ട് അരഞ്ഞോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ നല്ല ചൂട് എണ്ണയൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി. നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, കൂടുതൽ വേണ്ട, 1 ടീസ്പൂൺ മതി. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പോലും വേണ്ട. 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കായം ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇടുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇത്രയും ബേക്കിംഗ് സോഡയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് ഇൻഡൈജഷൻ്റെയൊക്കെ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മാവ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുകയാണേ. അപ്പം മാവ് റെഡിയാണ്. ഇനി ഇത് എണ്ണയിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ഈ പാത്രത്തിൻ്റെ ബോളിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ചെയ്യുക. നമ്മളിങ്ങനെ ഈ അറ്റത്ത് ഇങ്ങനെ വെക്കുമ്പം ഒരു ഷേപ്പ് വരും. നമ്മുടെ ആ ഒരു നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിനൊരു നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. അതുപോലെ കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ബോണ്ട കിട്ടും. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചേ. ഇതുപോലെ നല്ല കുഴിയുള്ള ഒരു കടായി വേണം എടുക്കാൻ. നമ്മുടെ ബാറ്റർ ഇതിൽ മുങ്ങിക്കിടക്കണം. അതുപോലെ എണ്ണയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത്
ആദ്യത്തെ ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ട് കൊടുത്തു. കണ്ടോ, അതിങ്ങനെ പൊങ്ങി ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരുന്നതുണ്ടോ. നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻ ഒരു ഫാക്ടറാണ്. നമ്മൾ നല്ലതുപോലെ അതിങ്ങനെ ബീറ്റ് ചെയ്ത് നല്ലൊരു ഫ്ലഫി ബാറ്ററാക്കി എടുക്കണം. അതുപോലെ നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള പാനിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെ വരില്ല. ഇതുപോലെ കുഴിയുള്ള കടായിൽ തന്നെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഞാനൊരു 6 ബോണ്ട ക്കുള്ള മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതിങ്ങനെ തിരിഞ്ഞ് വരാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവോട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നതും വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇതിലങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ആദ്യത്തെ 2 ബാച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു സ്പോഞ്ചി ടെക്സ്ചറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ക്രിസ്പി ആയിരിക്കില്ല കേട്ടോ. ഞാനത് അകം കാണിക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വെറുതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലും ചമ്മന്തി കൂട്ടി കഴിക്കുക. തേങ്ങാ ചമ്മന്തിയാണ് ബെസ്റ്റ്. പിന്നെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.